ഹലോ, എൻ്റെ പേര് ഹന്ന. ഞാൻ വയനാട്ടിൽ നിന്നാണ്. ഞാനിപ്പം ഇവിടെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ സെൻറ്റ് മേരി കോളേജിൽ BA ഓണേഴ്സ് പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ സ്കൂളിംഗ് ഒക്കെ മൊത്തം കംപ്ലീറ്റ് ചെയ്തത് വയനാട്ടിൽ നിന്ന് തന്നെയായിരുന്നു. ഞാൻ 11th 12th ഹ്യൂമാനിറ്റീസ് ആയിരുന്നു. അപ്പം ഞാൻ പഠിച്ചത് സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ ദ്വാരകയിലായിരുന്നു. സെൻട്രൽ യൂണിവേഴ്സിറ്റീസിനെ പറ്റിയിട്ട്, എസ്പെഷ്യലി ഡൽഹി യൂണിവേഴ്സിറ്റീനെ പറ്റിയിട്ട് ആദ്യമായിട്ട് കേൾക്കുന്നത് ഒരു ഇൻ്റർവ്യൂവിലായിരുന്നു. സുപ്രിയ മേനൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ യൂട്യൂബിൽ കണ്ടു. അപ്പം അതിൽ സുപ്രിയ മേനൻ ഇങ്ങനെ മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു, അവർ പഠിച്ചത് ലേഡി ശ്രീറാം കോളേജിലായിരുന്നു, ഡൽഹി യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അപ്പം ഇവിടുന്ന് കിട്ടിയ എക്സ്പോഷറിനെ പറ്റിയിട്ടും അത് അവരിപ്പോൾ ലൈഫിൽ ആരായോ അതിൽ അവരെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അവർ മെൻഷൻ ചെയ്തായിരുന്നു. അപ്പം ഞാൻ ആ ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞിട്ട് ആദ്യം പോയിട്ട് LSRനെ പറ്റിയിട്ട് നോക്കി. അങ്ങനെ LSR യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിയിലുള്ളൊരു കോളേജാണെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ ഫർദർ പിന്നെ നോക്കിയപ്പോഴാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ കുറേ കോളേജസ് ഉണ്ട്. അപ്പം ഇന്ത്യയിലെ തന്നെ ടോപ്പ് റാങ്കിങ്ങിലുള്ള കുറേ കോളേജസ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പം പിന്നെ അന്ന് ഞാൻ അതിനെപ്പറ്റി കുറേ റിസർച്ച് ചെയ്തായിരുന്നു. അപ്പം അന്ന് പക്ഷെ നമുക്കിങ്ങനെ കോളേജിനെ പറ്റി അധികം ചിന്തിക്കേണ്ട സമയമായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അന്ന് 8th 9th അങ്ങനെ എന്തോ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പഠിക്കുക, കോളേജിൽ പോവാന്നുണ്ടെങ്കിൽ ഡൽഹിയിൽ പോകണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ 10th എത്തിയപ്പോഴാണ് ഈ CUET ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ CUET വന്നപ്പം പിന്നെ നമുക്ക് 12th മാർക്ക് കൊണ്ട് കിട്ടുക എന്നുള്ളത് കിട്ടില്ല എന്നായല്ലോ. പിന്നെ നമ്മൾ എന്തായാലും എൻട്രൻസ് എക്സാം എഴുതിയേ തീരുള്ളൂ എന്ന് വെച്ചാൽ, അപ്പോൾ ഓക്കെ, എന്നാൽ എൻട്രൻസ് എക്സാം എഴുതി നോക്കാമെന്ന് തന്നെ വിചാരിച്ചു. അങ്ങനെ 12th എത്തിയപ്പോഴത്തേക്കും ഞാനിങ്ങനെ ജനറൽ നോളജും ഇംഗ്ലീഷും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ഒക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് നിയ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മര്യാദയ്ക്ക് പഠിക്കാൻ തുടങ്ങിയത് 12th ബോർഡ് എക്സാം കഴിഞ്ഞപ്പോഴായിരുന്നു. 12th ബോർഡ് എക്സാം കഴിഞ്ഞിട്ടുള്ള 2 മാസമാണ് മര്യാദയ്ക്ക് പഠിക്കാൻ തുടങ്ങിയത്. അപ്പം ഞങ്ങൾ ആക്ച്വലി കേരള സിലബസ് ആയിരുന്നല്ലോ. അപ്പം NCERT ടെക്സ്റ്റ് ബുക്ക് വാങ്ങി അത് നല്ലപോലെ തന്നെ പഠിക്കാൻ തുടങ്ങി. അപ്പം NCERT ടെക്സ്റ്റ് ബുക്ക് പഠിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്തുള്ള ഓരോ വേർഡ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഹിസ്റ്ററി ഒക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഒരുപാട് പിക്ചേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ പിക്ചേഴ്സിൻ്റെ താഴെ വരുന്ന ഡിസ്ക്രിപ്ഷൻസും ഓരോ ഇയറും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഇപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തൊരു ചാപ്റ്ററിൽ കുറേ 12th ഒരു ചാപ്റ്ററിൽ കുറേ പ്രൈം മിനിസ്റ്റേഴ്സിനെ പറ്റിയിട്ടൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ഏത് വർഷം ഏത് മാസം ആണ് വന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ടായിരുന്നു. അതേപോലെ ഓരോ കാർട്ടൂൺസ്, ഒരു കാർട്ടൂൺ എന്തിനെയാണ് സിഗ്നിഫൈ ചെയ്യുന്നത്, അത് ആര് വരച്ച കാർട്ടൂണാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓരോ ടൈനി ഡീറ്റെയിലും നമ്മൾ നന്നായിട്ട് പഠിക്കാനുണ്ടായിരുന്നു. അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ആ 2 മാസം പഠിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ എക്സാം ആയിരുന്നു. എക്സാം കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം എളുപ്പമായിരുന്നു. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഇതൊരു എൻട്രൻസ് എക്സാം ആണല്ലോ. അപ്പം നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് 100% അഷ്വറൻസ് പറയാൻ പറ്റത്തില്ല. അങ്ങനെ എനിക്ക് എന്തായാലും ബാക്കപ്പ് പ്ലാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ബാക്കപ്പ് പ്ലാൻ ആക്ച്വലി സെയിൻറ്റ് സേവിയേഴ്സ് മുംബൈ ആയിരുന്നു. അങ്ങനെ ഞാൻ സെയിൻറ്റ് സേവിയേഴ്സിൽ അപ്ലൈ ചെയ്തു. അവിടെ എനിക്ക് കിട്ടി. അവിടെ ഞാൻ BA പോൾ സയൻസ് ഹിസ്റ്ററി ആയിരുന്നു. അപ്പം അവിടെ ക്ലാസ് നേരത്തെ തുടങ്ങുന്നുണ്ടായിരുന്നു, ജൂണിൽ തുടങ്ങി. അപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോയി. അവിടെയും ഇത് പറഞ്ഞ പോലെ അടിപൊളി കോളേജായിരുന്നു. പണ്ടത്തെ ഒരു കോളേജാണ്. മുംബൈ ആണെങ്കിലും കോളേജ് ആണെങ്കിലും അടിപൊളിയായിരുന്നു. അപ്പം അവിടെ ചെന്ന് ഒരു 1.5 month കഴിഞ്ഞതിന് ശേഷമാണ് CUETൻ്റെ റിസൾട്ട് വന്നത്. ഞാൻ എന്തായാലും ഓരോ കോളേജുകളിലേക്കൊക്കെ അപ്ലൈ ചെയ്തു. അങ്ങനെ എനിക്ക് സെൻറ്റ് മേരി കോളേജിൽ പോൾ സയൻസ് ഓണേഴ്സിന് കിട്ടി. അപ്പോൾ ഒബ്വിയസ്ലി ഡൽഹി യൂണിവേഴ്സിറ്റി. പിന്നെ പൊളിറ്റിക്കൽ സയൻസ് ഓണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കോമ്പറ്റീഷൻ ഉള്ള ഒരു കോഴ്സും കൂടിയാണ്. കുറേ പേര് കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു കോഴ്സും കൂടിയാണ്. അപ്പം അത് കിട്ടിയപ്പം ഞാൻ ഇങ്ങോട്ട് പോന്നു.
ഇവിടെയും ഇവിടെ വന്നത് ലൈക്ക് ഒരു നല്ല ഡിസിഷൻ ആയിരുന്നു. കാരണം ഇവിടുത്തെ ക്ലാസ്സസ് ഒക്കെ അടിപൊളിയാണ്. എന്താ പറയുക, ഫാക്കൽറ്റി മെമ്പേഴ്സ് ആണെങ്കിലും ഇവർ ടീച്ചിങ് മെത്തേഡ്സ് ആണെങ്കിലും ഇപ്പം നമുക്ക് ലെക്ചേഴ്സിന് കൂടാണ്ട് ട്യൂട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഇതും കൂടി ഉണ്ട്. ട്യൂട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്ലാസ്സിനെ പലതായിട്ട് തിരിക്കും അവർ, ലൈക്ക് പല ഗ്രൂപ്പുകളായിട്ട് തിരിക്കും. എന്നിട്ട് ഓരോ ഗ്രൂപ്പിനെയും ഓരോ സബ്ജക്റ്റിനും ഇപ്പം എനിക്ക് പോൾ സയൻസിൽ 3 പേപ്പർ എഴുതാനുണ്ട്. ആ 3 പേപ്പറിനും ഓരോ ട്യൂട്ട് വീതം ഓരോ ആഴ്ച ഉണ്ടാവും. അപ്പം ഈ സമയത്ത് നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം. ലൈക്ക് ടീച്ചേഴ്സിന് കുട്ടികളോട് കുറച്ചും കൂടി ഒരു ക്ലോസർ ഇൻട്രാക്ഷൻസ് ഉണ്ടാവും. അങ്ങനെ ലൈക്ക് ഇവരുടെ ടീച്ചിങ് മെത്തേഡ് ആൻഡ് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ അടിപൊളിയാണ്. പിന്നെ സീനിയേഴ്സ് ആണെങ്കിലും അപ്രോച്ചബിൾ ആണ്. പിന്നെ നമുക്ക് ഒബ്വിയസ്ലി ലൈക്ക് നമ്മൾ നാട്ടിൽ നിന്ന് എന്താ പുറത്തൊരു സ്ഥലത്തേക്ക് വന്ന് പഠിക്കുമ്പോൾ ഉള്ള ലൈക്ക് സെറ്റിൽ ഡൗൺ ചെയ്യാനുള്ള ഡിഫിക്കൽട്ടീസ് ഒബ്വിയസ്ലി ഉണ്ടാവും. പക്ഷേ അത് ഗ്രാജ്വലി അതൊക്കെ ഓക്കെ ആവും, ലൈക്ക് അതൊക്കെ ശരിയാവും. പിന്നെ ലൈക്ക് അടുത്ത വർഷം എഴുതുന്ന ലൈക്ക് CUET എഴുതുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല, NCERT ടെക്സ്റ്റ് ബുക്ക് ഇസ് ദ ബൈബിൾ. അതെല്ലാവരും പറയാറുള്ളതാണ്, അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. NCERT ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് പഠിക്കുക. അതിൻ്റെ അകത്തുള്ള ഓരോ വാക്കും ഓരോ സെൻറ്റൻസും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എന്താ ചോദിക്കുക എന്ന് പറയാൻ പറ്റത്തില്ല, അത് നല്ലപോലെ തന്നെ പഠിക്കുക. പക്ഷെ ഇതിൻ്റെ ഈ ഒരു എക്സാം ഇതിൻ്റെ മേലെ ഒരുപാട് സ്ട്രെസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കത് കിട്ടാൻ അത്ര പാടുമല്ല, എന്നാൽ പാടുമാണ് താനും. അപ്പം നമ്മൾ ഇതിൻ്റെ മേലെ ഒരുപാട് സ്ട്രെസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കിട്ടുക തന്നെ ചെയ്യും. പക്ഷേ എന്താ പറയുക, ഇപ്പം ഞാൻ സെക്കൻഡ് ബാച്ച് ആണല്ലോ CUET എഴുതിയത്. അപ്പം എന്നെക്കാട്ടിലും മുന്നേ എഴുതിയവരുടെ കട്ട് ഓഫ് ആക്ച്വലി കുറച്ചും കൂടെ കുറവായിരുന്നു. എൻ്റെ വന്നപ്പോൾ കുറച്ചും കൂടെ കൂടി. അപ്പോൾ ഒബ്വിയസ്ലി അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും ഇത് കുറച്ചും കൂടെ കൂടും. നമ്മൾ അതിനനുസരിച്ചുള്ള എഫേർട്ട് ഇട്ട് പഠിക്കുക. നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിലോട്ടാണോ പോകുന്നത്, ഏത് യൂണിവേഴ്സിറ്റി കിട്ടണമെന്നാണോ നമ്മുടെ ആഗ്രഹം, അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ അനുസരിച്ച് പഠിക്കുക. ഇപ്പം എനിക്ക് ഡൽഹി യൂണിവേഴ്സിറ്റി മാത്രം മതി എന്ന് തന്നെയായിരുന്നു. ലൈക്ക് വേറെ ഞാൻ യൂണിവേഴ്സിറ്റീസ് ഒന്നും നോക്കിയില്ല. അതില്ലാന്നുണ്ടെങ്കിൽ CBSE തന്നെ നിൽക്കാന്ന് തന്നെയായിരുന്നു. അപ്പം അങ്ങനെ വരുമ്പം എന്താ പറയുക, അപ്പം കഴിഞ്ഞ വർഷം വരെ അവർ പറഞ്ഞിരുന്നത്, ഈ വർഷം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, കഴിഞ്ഞ വർഷം വരെ അവർ പറഞ്ഞിരുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് ജനറൽ ടെസ്റ്റിൻ്റെ ആവശ്യമില്ല എന്നാണല്ലോ. അപ്പം ഞാൻ ജനറൽ ടെസ്റ്റിൻ്റെ മേലെ അങ്ങനെ സമയം കളഞ്ഞില്ല. ഞാൻ ബാക്കി സബ്ജക്ട്സ് പഠിക്കാൻ വേണ്ടി സമയം എടുത്തു. അപ്പം ഇപ്പം ഹൈദരാബാദ് വരുമ്പോഴും പോണ്ടിച്ചേരി വരുമ്പോഴും ചിലപ്പം വ്യത്യാസം ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി വരുമ്പോൾ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റീൻ്റെ നമുക്ക് വേണ്ട യൂണിവേഴ്സിറ്റീൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ അനുസരിച്ച് അങ്ങനെ പഠിക്കും. പിന്നെ ഞാൻ ആക്ച്വലി ഈ CUET എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ എക്സാം ആണല്ലോ. അപ്പോൾ ലൈക്ക് എന്നെക്കാട്ടിലും മുന്നേ ഒരൊറ്റ ബാച്ചല്ലേ എഴുതിയിട്ടുള്ളൂ. അപ്പം എങ്ങനെയാ പഠിക്കണ്ടേ, എന്താ പഠിക്കണ്ടേ എന്നുള്ളതിനെ പറ്റി നമുക്കൊരു വലിയൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പം നല്ല കോച്ചിങ് സെൻറ്റേഴ്സിനൊക്കെ ഇങ്ങനെ നോക്കി പിന്നെ എന്നോട് 2-3 ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ Prepwise-നെ പറ്റിയിട്ട് അറിയുന്നത്. ഞാൻ Prepwise-ൽ ജോയിൻ ചെയ്തു. അവിടെ നല്ല ക്ലാസ്സസ് ആയിരുന്നു. എസ്പെഷ്യലി പറയാനുള്ളത് അവരുടെ മോക്ക് ടെസ്റ്റ് സീരീസ് ആയിരുന്നു. ലൈക്ക് മോക്ക് ടെസ്റ്റ് നമ്മൾ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കും. അപ്പം മോക്ക് ടെസ്റ്റ് ഒരു ചാപ്റ്ററിന് 3-4-5 മോക്ക് ടെസ്റ്റുകളൊക്കെ ഉണ്ടാവും. ഇത് ചെയ്ത് നോക്കും. അപ്പം നമുക്ക് ഒരെണ്ണം തെറ്റിയെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അത് പോയി പഠിക്കുന്നത് ക്ലിയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അതേ ടെസ്റ്റ് തന്നെ ചെയ്ത് നോക്കുന്നു. പിന്നെ എന്താ പറയുക, ഇങ്ങനത്തെ കുഞ്ഞു ടെസ്റ്റുകളും ഉണ്ടാവും, എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള ടെസ്റ്റും ഉണ്ടാവും. ലൈക്ക് ഞാനൊരു എക്സാം അടുത്തടുത്ത് വരുമ്പോൾ അത് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇവരുടെ മോക്ക് ടെസ്റ്റ് സീരീസും അത് അടിപൊളിയായിരുന്നു. പിന്നെ പറയാനുള്ളത് ലൈക്ക് റഹീസ് സാറിനെ പറ്റിയിട്ടാണ്. റഹീസ് സാറും അടിപൊളിയായിരുന്നു. എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈവൻ CUET എക്സാമിനെ പറ്റിയിട്ടാണെങ്കിലും, അത് കഴിഞ്ഞിട്ട് ഞാൻ CBSE അഡ്മിഷൻ അപ്ലൈ ചെയ്യണോ എന്നതിനെ പറ്റിയിട്ടാണെങ്കിലും, പിന്നെ CUETൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് ഏതൊക്കെ കോളേജിൽ അപ്ലൈ ചെയ്യണം എന്നതൊക്കെ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കി തന്നത് സാറായിരുന്നു. പിന്നെ CUET എക്സാം ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞല്ലോ ഒരു എൻട്രൻസ് എക്സാം ആണ്. അപ്പം അതിൻ്റേതായ കുറച്ച് പാടായിരിക്കും. എന്നാലും നമുക്ക് നമ്മുടെ മാക്സിമം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുകയാണ് ചെയ്യും. എൻ്റെ സ്കോറ് 769 ആയിരുന്നു ഔട്ട് ഓഫ് 800. NCERT ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് പഠിക്കുക. പിന്നെ നമുക്ക് ഏത് യൂണിവേഴ്സിറ്റിയാണോ വേണ്ടത് അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ അനുസരിച്ച് പഠിക്കുക. അപ്പം ഓൾ ദി ബെസ്റ്റ്.